പ്രത്യേകത. കൊല്ലം പോലുള്ള സ്ഥലത്തിന്റെ കൊല്ലത്തിന്റെ കേരളത്തില് ഇന്ത്യയിലെ മീൻ വാങ്ങി കഴിക്കുന്ന ആളുകൾ ഞങ്ങൾക്കറിയാൻ ഇരിക്കുന്ന ശ്രീ ആഞ്ചലോസും പ്രതാപൻ നിങ്ങളൊക്കെ ഡൽഹിയിൽ നിന്ന് മത്സ്യം കഴിക്കുകയാണെങ്കിൽ അവിടുത്തെ കടൽ മത്സ്യം തീരക്കടൽ അവിടെ ഉൾനാടൻ മത്സ്യമുണ്ട്, അതിനൊരു ടേസ്റ്റ് ഒന്നുമില്ല, സാധാരണ നമ്മൾ പ്രിഫർ ചെയ്തില്ല. ഗുജറാത്തിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കടൽ, ഗുജറാത്തിൽ നിന്ന് വരുന്ന ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന മീനുണ്ട്, അതിന് ടേസ്റ്റ് കുറവാണ്, നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഏറ്റവും ടേസ്റ്റുള്ള കേരളത്തോടുള്ള താല്പര്യം കൊണ്ടാണോ നമുക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ അറബിക്കടലിലെ മീനാണ്. അറബിക്കടലിലെ താപത്തിൽ വ്യത്യാസമുണ്ട്, വെള്ളം. അപ്പം നമ്മുടെ ഈ കൊല്ലം പരപ്പ് എന്ന് പറഞ്ഞു, കൊല്ലം പരപ്പിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ശാസ്ത്രീയമായിട്ട് ഡേറ്റ ഉണ്ടായിട്ടല്ല, നമ്മുടെ ഏറ്റവും കൂടുതൽ പുഴകൾ 10-40 പുഴയിലധികം നേരെ കടലിലേക്ക് ചെല്ലുന്ന ഒരു സ്ഥലമാണ്. എന്നും മഴ പെയ്യുന്ന നല്ല തണുപ്പുള്ള ഹരിതാഭമായ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന ആ പുഴ എത്രയോ കാലം ഒഴുകിയിട്ടുണ്ടായതായിരിക്കും ഈ മണൽപ്പരപ്പും അവിടുത്തെ പ്രത്യേക അവസ്ഥയും. ഇതുപോലുള്ള കാര്യങ്ങളെ ബാധിക്കുമ്പോൾ അവിടെ ലക്ഷണം, ഇതിന്റെ ലക്ഷ്യം ഇത് മാത്രമാണോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം കരിമണൽ ഇപ്പുറത്താണ് കിടക്കുന്നത്. കരിമണലിന്റെ ഏറ്റവും വലിയൊരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഈ അജണ്ടയുടെ താഴെ ഉണ്ട്. അമേരിക്കയുടെ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളെ പറ്റിയൊക്കെ സാധാരണ പറയും കമ്മ്യൂണിസ്റ്റുകാർ അമേരിക്കയുടെ കാര്യം പറയും. ഞാൻ പറയുന്നത് അങ്ങനല്ല. ഞാൻ പറയുന്നത് അവിടെ പോയിട്ട് അവിടുന്ന് സാധനം കൊണ്ടുവരാന്ന് മാത്രമല്ല, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അവിടുത്തെ സർക്കാരിനെ വെട്ടിക്കുറയ്ക്കാനുള്ള ചുമതല ഏൽപ്പിച്ചേക്കുന്നത് ഇലോൺ മസ്കിനെയാണ്. ഇലോൺ മസ്കാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്, അദ്ദേഹം വളരെ വലിയൊരു വ്യവസായിയാണ്. ഇപ്പൊ എക്സ് പിന്നെ ബഹിരാകാശ ഗവേഷണത്തിന്റെ മാത്രമല്ല ഇപ്പോ ട്വിറ്റർ മേടിച്ച് എക്സ് ഒക്കെ ആക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ആശയങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നേരെ അവിടുന്നുള്ള ഖനിജ വിഭവങ്ങൾ കൊണ്ടുവരാം. ആത്യന്തികമായി ഇതൊക്കെ നമ്മുടെ ഒരു കാലത്ത് മാത്രം നിന്നാൽ മതിയോ? നമുക്ക് ലോകത്തോടൊരു കടമയില്ലേ? ഇനി വരുന്ന തലമുറയുടെ ഒരു ഉത്തരവാദിത്വമില്ലേ? ഇപ്പൊ ഇത് മുഴുവൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുത്ത് തീർക്കാമോ? ഇതെങ്ങനെ പ്രകൃതിയെ ബാധിക്കും? ഇത് നമ്മുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും? തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മുടെ മുൻ ഭരണാധികാരികൾ പാർലമെന്ററി സിസ്റ്റം വരികയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യുന്നതിന്റെ കാലം മാത്രമല്ല, കൊളോണിയൽ രാജ്യങ്ങൾ വരുന്ന കാലം മുതലല്ല, അതിനു മുമ്പുള്ള നമ്മുടെ ഭരണാധികാരികൾ രാജഭരണകാലത്തും നാടുവാഴി വ്യവസ്ഥയുടെ കാലത്തും ഒക്കെ വനം വെച്ചുപിടിപ്പിക്കാനും റോഡ് സൈഡിൽ ചോരവനം വെച്ചുപിടിപ്പിക്കാനും ഒക്കെ ഭരണപരിഷ്കാരം നടത്തിയ പഴയ ഭരണാധികാരികൾക്ക് വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. അപ്പൊ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോളജിയെയും എൻവയോൺമെന്റിനെയും നമ്മുടെ ഫ്യൂച്ചറിനെയും എല്ലാം കാത്തു സൂക്ഷിക്കുന്നതായിരിക്കണം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതിൽ നിന്ന് വലിയ വ്യത്യാസം വരുന്ന തരത്തിലേക്ക് ഒരു ഡെവലപ്മെന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ വരുന്നത് ഉണ്ടാക്കുന്ന അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ ഈ കൊല്ലം തീരത്തെ കരിമണൽ ഖനനം സംബന്ധിച്ചും കടൽ ഖനനം സംബന്ധിച്ചുള്ള ചർച്ച വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് പ്രകൃതിയെ ഭാവിക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി ഉപയോഗിക്കണം, പക്ഷെ ഭാവി ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരേണ്ടതാണ്. അതിന് ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്ത പ്രസ്തുതനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം.